അപ്പോൾ സ്വാഗതം ബിക്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഇവനെ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഇവനെ റിവ്യൂ ചെയ്യാത്ത പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസുകൾ, ഇവനെ കൊണ്ട് എന്താണ് ഇവനെ നോക്കാനുള്ള കാര്യങ്ങൾ, എങ്ങനെയുണ്ട് ഇവൻ്റെ സ്വഭാവവും കാര്യങ്ങളും എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ സ്വന്തം നായാണ്, പേര് ടിപ്പു. ഇതൊരു ഇന്ത്യൻ പാരിയ ഡോഗ് ഒന്നുമല്ല, അതായത് പ്യുവർ ഇന്ത്യൻ പാരിയ ഡോഗ് ഒന്നുമല്ല, ഒരു മിക്സഡ് ബ്രീഡാണ്. കാര്യം പ്യുവർ ഇന്ത്യൻ പാരിയ ഡോഗിന് ഇങ്ങനെയൊന്നും വരത്തില്ല. ഇതുപോലെ ഇത്രയും കറുപ്പല്ല, ഈ ഒരു ഇത്രയും ഡാർക്കായിട്ട് വരുമൊന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇവനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെനിക്ക് കൊച്ചിലെ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇവനൊരു 2 മാസം പ്രായമുള്ളപ്പോഴായിരിക്കണം, ഒരു 2 മാസം പ്രായമുള്ള ആ സമയത്ത് കിട്ടിയതാണ് ഇവനെ. ആള് കിടുവാണ്, എല്ലാ രീതിയിലും നമുക്ക് പറ്റിയൊരു നായാണ്. അതായത് ഇന്ത്യൻ പാരിയ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള സ്ട്രേ ഡോഗ്സിൽ ആൾക്കാർക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റസ് ഇല്ലായ്മയോ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇതിൻ്റെ സ്വഭാവമൊക്കെ കൊള്ളത്തില്ലെന്നോ, ഇത് മുഴുവൻ എന്താണ് പേപ്പട്ടികളാണെന്നോ, കില്ലപ്പട്ടികളെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അവഗണിക്കുക. ഇപ്പം എല്ലാവരും അല്ല, ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസുകൾ, എനിക്ക് ഇവനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കോട്ടേ ഉള്ളൂ. ഏകദേശം ലോങ് കോട്ടല്ല, വിട്ടേ, ലോങ് കോട്ടല്ല, വിട്ടേ, ഇത് ലോങ് കോട്ടല്ല, ഇത് ഒരു മീഡിയം കോട്ടെന്നും പറയാം. അതായത് ഷോർട്ടും അല്ല ലോങ്ങും അല്ല, മീഡിയം കോട്ടാണ്. അണ്ടർ കോട്ടൊന്നുമില്ല, ഒറ്റ കോട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എപ്പോഴും ഒന്ന് ചീകി കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് ചീകി കൊടുത്താൽ മതി. ചീകി കൊടുക്കുന്നതാണെങ്കിലും നമ്മുടെ സാധാരണ നമ്മൾ മുടി ചെയ്യുന്ന ചീപ്പുണ്ടല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് ചീകി കൊടുത്താലും മതി. പക്ഷേ ചീകി കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമർത്തി ചെയ്യരുത്. വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് അവൻ്റെ തൊലിയെ വല്ലാതെ ഉരയാതെ വേണം ചീകി കൊടുക്കാനായിട്ട്. പിന്നെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എന്നാ വേണേലും കൊടുക്കാം. നോൺ വെജ് ഒത്തിരി കൊടുത്തില്ലെങ്കിൽ, അതായത് നോൺ വെജ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നോൺ വെജ് കൊടുക്കണം. കോഴിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത നാറ്റമായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല നോൺ വെജുകൾ കൊടുക്കുക. എപ്പോഴും നോൺ വെജ് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ സെറ്റായിരിക്കും. അധികം വലിയ ദുർഗന്ധം വരത്തില്ല പട്ടിക്ക്. നോൺ വെജ് കൊടുക്കുമ്പോഴാണ് ദുർഗന്ധം വരുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഇവനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ ഒരു ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എല്ലാ ഭാഗത്തും, അതായത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ എപ്പോഴും ടച്ച് ചെയ്യണം. കഴിവത് എന്നും നിങ്ങളാണ് ഇതിൻ്റെ ഉടമയെങ്കിൽ നിങ്ങൾ എന്നും ഇതുപോലെ ഇവൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക. അതായത് അവൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും വേദനയുണ്ടോ, അതായത് നിങ്ങൾ ഇതിൻ്റെ ഓണറാണെങ്കിൽ, അതായത് നിങ്ങൾ ഇതിൻ്റെ യജമാനനാണെങ്കിൽ നിങ്ങളറിയണം, അതായത് ഇവൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദന ഇവനുണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങൾ എവിടെ പിടിച്ചാലും അവനൊന്നും നിങ്ങളെ ചെയ്യരുത്. അതെന്നും അതുമായിട്ടൊരു ബന്ധം, കണക്ഷൻ സ്ഥാപിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവന് തന്നെ തോന്നുമ്പോൾ ഇവൻ എന്നെ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവന് തോന്നണം. അപ്പം അതുപോലെ വേണം ഇവനെ നോക്കാൻ. ഞാനിവനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നിലത്തൊക്കെ ഇട്ട് അവൻ ഓടിക്കളിച്ച് അവൻ്റെ ക്ഷീണമാകുമ്പോഴേ അവൻ തിരിച്ച് എൻ്റെ അടുത്ത് വരുള്ളൂ. അതുകൊണ്ട് ടെറസിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഇവൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേഹത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ദേഹത്ത് എപ്പോഴും നിങ്ങൾ ടിക്സ്, അതായത് ചെറിയ കൃമികളുണ്ട്, അത് കൃമികളുണ്ടോ എന്ന് നോക്കുക എപ്പോഴും. ഇതിങ്ങനെ ഇടയ്ക്ക് ഇതിങ്ങനെ കടിക്കാനൊക്കെ വരും, എനിക്കറിയാം. അങ്ങനെ ഞാനിതിന് സത്യം പറഞ്ഞാൽ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു രീതിയിലുള്ള ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടില്ല. ആളെല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ് കഴിവതും. എന്ന് വെച്ചാൽ ഭയങ്കര അലമ്പൊന്നുമില്ല, ചുമ്മാ കിടന്ന് കുരയ്ക്കത്തില്ല. എല്ലാം വളരെ അത്യാവശ്യം വളരെ ഇൻ്റലിജൻ്റ് ആണ് ആൾക്കാർ. പ്രത്യേകിച്ച് ഈ നാടൻ നായ്ക്കൾ. അത്യാവശ്യം ഇവരുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അവർ അതിനോട് പൊരുത്തപ്പെടും. അതായത് ചുമ്മാ ഇത് സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്നവരാരാന്നൊക്കെ ഇവന് ജസ്റ്റ് കാര്യങ്ങൾ അറിയാം.
ഒട്ടും പരിചയമില്ലാത്തവരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇടപെടുന്നത്. ഒരു നാടൻ നായ അല്ലെങ്കിൽ ഇതുപോലൊരു സാധാരണ നമ്മളിവിടെ ഉള്ള ഒരു നായ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് അത് അങ്ങേയറ്റത്ത് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിന് പല കുഴപ്പങ്ങളും ഉണ്ട്. ബാക്കി ചില ബ്രീഡുകളിൽ കാണുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണില്ല. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കാര്യം ഒരു ബ്രീഡ് നമ്മളിപ്പം ബ്രീഡ് ചെയ്തെടുക്കുന്നതായാലും ചില നാട്ടിലെ അവരോട് കാലാവസ്ഥയിലെ ബ്രീഡായാലും അതിന് പല പ്രത്യേക സ്വഭാവങ്ങളും ഉണ്ട്. അതിപ്പോൾ ഇതിന് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങ് പൊക്കിയടിക്കുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാടിന് ഈ നായ്ക്കൾ നമ്മുടെ നാട്ടിന് പറ്റിയ, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിയ പട്ടികളാണ്. അപ്പം അവരുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പ്രതിരോധ ശേഷിയാണ്. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇവിടുത്തെ കാലാവസ്ഥ അവർക്കൊരു ബുദ്ധിമുട്ടല്ല. ഇവിടുത്തെ ചൂടായാലും തണുപ്പായാലും അവർക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് വളരെയധികം കുറഞ്ഞിരിക്കും. അതാണ് ഇതുപോലുള്ള നായ്ക്കളുടെ ഗുണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീട്ടുകാരുടെ സ്വഭാവം എന്താണോ, വീട്ടുകാരെങ്ങനെയാണോ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും അവരുടെ ഒരു സ്വഭാവവും വരുന്നത്. ഇപ്പം ഞാനൊരു സമാധാനപ്രിയനാണെങ്കിൽ എൻ്റെ നായയും ഒരു സമാധാനപ്രിയനായിരിക്കും. ഞാൻ വളരെ അഗ്രസീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നായയും വളരെ അഗ്രസീവായിരിക്കും. പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ഫ്രീ ആയിട്ട് വിടേണ്ട സമയത്ത് അതിനെ ഫ്രീ ആയിട്ട് വിടുക, അതിന് എക്സസൈസ് കൊടുക്കേണ്ട സമയത്ത് അതിന് എക്സസൈസ് കൊടുക്കുക, അതുമായിട്ട് നമ്മൾ കളിക്കേണ്ട സമയത്ത് നമ്മൾ അതുമായിട്ട് കളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നായ്ക്ക് നമ്മളോട് അറ്റാച്ച്മെൻറ്റ് വരുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താൽ ആ നായ്ക്ക് അതിൻ്റേതായ ഒരു സമാധാനപരമായ സ്വഭാവത്തിലൂടെ ആ പട്ടി പോകത്തുള്ളൂ. അല്ലാതെ എപ്പോഴും പിടിച്ച് കൂട്ടിലൊക്കെ ഇട്ട് എപ്പോഴും കെട്ടിയിട്ടൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഗ്രസീവാകും. എല്ലാ നായും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ നായ്ക്കും ഒരു എനർജി ലെവലുണ്ട്. ആ എനർജി ലെവൽ കുറച്ച് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഒപ്റ്റിമം ലെവലിൽ നിന്ന് കുറച്ച് താഴെ, അതായത് കുറച്ച് ഉപയോഗിച്ച് കുറച്ച് എനർജിയൊക്കെ എന്നും ഡ്രെയിൻ ആവുന്ന രീതിയിൽ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ നായ ഒന്ന് അടങ്ങിയിരിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു പീസായിട്ടുള്ളത് വളരെ കാമായിട്ടുള്ള സ്വഭാവത്തിൽ അതിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും അതിനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ കെട്ടിയിട്ട് അതിനെ ഒറ്റപ്പെടുത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് സഹിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോറടിയും ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്നത് ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണോ, അതായത് ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഇതിനെയും ട്രീറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്കും അതിൻ്റേതായ ഒരു സ്വഭാവം വരത്തുള്ളൂ. അപ്പം ഇതെന്നല്ല, എല്ലാ പട്ടിയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കുറേയൊക്കെ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു പട്ടിയെ വാങ്ങാവുള്ളൂ. അതിപ്പോൾ എന്ത് പട്ടി ആയിക്കോട്ടെ, ഈവൻ ടോയ് ഡോഗ് ആണെങ്കിൽ പോലും അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ മേടിക്കരുത്. പിന്നെ വേറൊരാൾ നല്ല രീതിയിൽ വളർത്തുന്നു എന്ന് കരുതി നിങ്ങളൊരു പട്ടിയെ പോയി മേടിക്കരുത്. കാര്യം കാണുന്ന പോലല്ല, ഒരു പട്ടിയെ വളർത്തുന്നതിൻ്റെ അകത്ത് കുറച്ച് മെനക്കേടും നല്ലൊരു സമയം, ടൈം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി മാത്രമേ ഈ ഒരു നായയെ വളർത്താനും ഒക്കെ ശ്രമിക്കാവൂ. അല്ലാതെ വളർത്തി അതിനെ അതിനെ അങ്ങ് നശിപ്പിക്കരുത്. ഒരു ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നേ എനിക്ക് അവസാനമായി നിങ്ങളോടൊരു മെസ്സേജ് തരാനുള്ളൂ. 2 നായേനെ വളർത്തിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഒത്തിരി അധികം ആൾക്കാരോട് ചോദിച്ചും ഞാൻ വായിച്ചറിഞ്ഞും പല കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞും എനിക്ക് മനസ്സിലാക്കിയ ഫീഡ്ബാക്ക് വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പല കാര്യങ്ങളും എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പലതും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഒരു ഫീഡ്ബാക്ക്, എൻ്റെ ഒരു അനുഭവം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒത്തിരിയധികം വീഡിയോസുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് രുദ്രഭാനു വിത്ത് ടിപ്പു signing out from Week Vlogs.